ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ള ഒരു റിക്വസ്റ്റാണ്. അതായത് ഒരാൾ ചോദിച്ച ഒരു ചോദ്യമാണ്, ബിറ്റ്കോയിൻ ETF-കൾക്ക് ഒറിജിനൽ ബിറ്റ്കോയിൻ്റെ അതേ വാല്യൂ ഉണ്ടോ? അതേപോലെ തന്നെ ബിഗ് പ്ലെയേഴ്സ് ആയിട്ടുള്ള ഗ്രേ സ്കെയിൽ ആണെന്നുണ്ടെങ്കിലും ബ്ലാക്ക് റോക്ക് പോലുള്ള ETF കമ്പനികളെല്ലാം ഗോൾഡിൻ്റെ ETF മാനിപ്പുലേറ്റ് ചെയ്യുന്ന പോലെ അവർക്ക് ഫേക്ക് ആയിട്ടുള്ള ബിറ്റ്കോയിൻ ETF മാർക്കറ്റിലോട്ട് ഇറക്കി അതിൻ്റെ പ്രൈസും കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്തുകൂടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടാക്കുമോ എന്നുള്ളതാണ് പുള്ളി റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഗോൾഡിൻ്റെ പ്രൈസ് മാനിപ്പുലേറ്റഡ് ആണോ? തീർച്ചയായിട്ടും ഗോൾഡിൻ്റെ പ്രൈസ് മാനിപ്പുലേറ്റഡ് ആണ്. ആരാണ് ഗോൾഡിൻ്റെ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? വേറെ ആരുമല്ല, നമ്മുടെ ഗവൺമെൻറ് തന്നെയാണ്, സെൻട്രൽ ബാങ്കുകൾ തന്നെയാണ്. സോ അവർക്ക് എന്തുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നു? അത് വേറൊന്നുമല്ല, ഗോൾഡ് ഫിസിക്കലായിട്ടുള്ള ഒരു അസറ്റ് ആയത് കാരണം കൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ ഗോൾഡ് റിസർവൻ്റ്, അതായത് സർക്കുലേറ്റ് ചെയ്യുന്ന ഗോൾഡിൻ്റെ ഭൂരിഭാഗം ഗോൾഡും ഗവൺമെൻറ്റുകൾ, സെൻട്രൽ ബാങ്കുകൾ ഓൾറെഡി അവരുടെ കയ്യിലാണുള്ളത്. അത് കാരണം കൊണ്ട് തന്നെ അവർ ഇറക്കുന്ന ഫിയറ്റ് കറൻസികളുടെ വാല്യൂ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോസ്റ്റ് ഓഫ് ദ സെൻട്രൽ ബാങ്കുകളും ഗോൾഡിന് ഉപയോഗിക്കുന്നത്. അല്ലാതെ മെജോറിറ്റി, അതായത് പല ആളുകൾക്കും ഇപ്പോഴും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള ഗവൺമെൻറ്റുകളാണെന്നുണ്ടെങ്കിലും അവരുടെ കറൻസി പ്രിൻറ്റ് ചെയ്യുന്നത് വരെ ഗോൾഡ് ബാക്ക് ചെയ്തിട്ടാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഇപ്പോഴും ഉണ്ട്. അത് പല ആളുകൾക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഒരു ഗവൺമെൻറ്റും ഇന്ന് അവരുടെ ഫിയറ്റ് കറൻസികൾ പ്രിൻറ്റ് ചെയ്യുന്നത് ഗോൾഡ് ബാക്ക് ചെയ്ത് വെച്ചിട്ടല്ല. ഇപ്പോൾ ഈ വേൾഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 ട്രില്യൺ ആണ് ടോട്ടൽ ഫിയറ്റ് കറൻസിൻ്റെ സർക്കുലേഷൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു പകുതിയല്ല, അതിൻ്റെ 10-1 പോലും ഗോൾഡ് ഈ ലോകത്ത് ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഓക്കെ, സോ ഗോൾഡ് പല സെൻട്രൽ ബാങ്കുകളും യൂസ് ചെയ്യുന്നത് അവരുടെ സെൻട്രൽ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഫിയറ്റ് കറൻസിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല സോഴ്സിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈവൻ ഇപ്പോൾ RBIയുടെ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള സെൻട്രൽ ബാങ്കുകളുടെയും ഡെയിലി ആക്ടിവിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവർ ഗോൾഡ് വാങ്ങുക മാത്രമല്ല ചെയ്യുക, ഗോൾഡ് വിൽക്കുകയും ചെയ്യും. സോ അവർക്കൊരു ടാർഗറ്റ് ഉണ്ട്. അവർ ഇഷ്യൂ ചെയ്യുന്ന ഫിയറ്റ് കറൻസി പെട്ടെന്ന് അവരുടെ വാല്യൂ കുറയാൻ പാടില്ല. അതിനൊരു നിശ്ചിത റേറ്റ് ഉണ്ട്. ഇപ്പോൾ RBIക്കെല്ലാം ഒരു ടാർഗറ്റ് റേറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ USD INR നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് പറഞ്ഞാൽ USD INR എപ്പോഴും താഴോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു 10 വർഷത്തെ ഡേറ്റ മാത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 81% ആണ് INR USD ആയിട്ട് ക്രാഷ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു കറൻസി വാല്യൂ ഡിപ്രീഷിയേറ്റ് ആവുന്നത് ഒരിക്കലും വളരെ വലിയ രീതിയിൽ, ഇപ്പോൾ അർജൻറ്റീനയിലും വെനസ്വേലയിലൊന്നും നടക്കുന്നത് പോലെ വളരെ വലിയ രീതിയിൽ കുറയാൻ പാടില്ല ഈ പറയുന്ന ഡെവലപ്ഡ് ആയിട്ടുള്ള വലിയ വലിയ രാജ്യങ്ങളിൽ. പകരം അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഉണ്ട്. കുറച്ചായിട്ട് ആളുകൾ അറിയാത്ത രീതിയിൽ ഇതിങ്ങനെ കുറഞ്ഞു വരണം. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു 50%, 100% കുറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന കറൻസികളിൽ മീതെ അതാത് രാജ്യത്തുള്ള ആളുകൾക്ക് വളരെ വലിയ രീതിയിലുള്ള വിശ്വാസം പോവും, അല്ലേ? അപ്പോൾ അത് കാരണം കൊണ്ട് ഗോൾഡ് അവർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. INR ഒരു പരിധിയിൽ കൂടുതൽ ഡിപ്രീഷിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫോറക്സ് റിസർവ് ആണെന്നുണ്ടെങ്കിൽ ഗോൾഡ് എല്ലാം ഓപ്പൺ മാർക്കറ്റിൽ സെല്ല് ചെയ്തിട്ട് INR വാങ്ങിക്കും. അപ്പോൾ INRൻ്റെ വാല്യൂ കൂടും. ഇതിൻ്റെ ഓപ്പോസിറ്റും അവർ ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇതെല്ലാം ഇവർക്ക് ചെയ്യാനുള്ള ഒരു ഫ്രീഡം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മോസ്റ്റ് ഓഫ് ദ ഗോൾഡും അവരുടെ കയ്യിലുള്ളത് സർക്കുലേറ്റിംഗ് സപ്ലൈ അവർ കംപ്ലീറ്റ്ലി കോൺഫിസ്കേറ്റ് ചെയ്തു എന്നുള്ളതാണ് റിയാലിറ്റി. ഇപ്പോൾ US-ലെല്ലാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫിയറ്റ് കറൻസി ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം, ഈ ഒരു ഗോൾഡ് ബാക്ക്ഡ് സിസ്റ്റം എടുത്തു കളഞ്ഞതിന് ശേഷം US-ൽ ഗോൾഡ് കൈവശം വെക്കുന്നത് ഇല്ലീഗൽ വരെ ആക്കിയിട്ടുണ്ട് ഒരു പർട്ടിക്കുലർ ടൈമിൽ. അപ്പോൾ ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ നിങ്ങൾ വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. 1974 ഗോൾഡ് കോയിനുകളാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഗോൾഡ് കൈവശം വെക്കുന്നത് വരെ ഇല്ലീഗലായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ പല ആളുകളുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഗോൾഡ് ഒരു ഇൻഫ്ലേഷൻ ഹെഡ്ജാണ്, ഗോൾഡിൻ്റെ വാല്യൂ കുറേ കാലമായിട്ട് മുകളിലോട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി തെറ്റാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2011 റേറ്റ് തന്നെയാണ് ഇപ്പോഴും ഇൻ്റർനാഷണൽ മാർക്കറ്റ് USD-യിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇൻഫാക്റ്റ് അത് കുറേ വർഷം താഴെ ആയിരുന്നു എന്നുള്ളതാണ് റിയാലിറ്റി. സ്റ്റിൽ ഇന്ത്യൻ റുപ്പിയിൽ ഇപ്പോൾ പല ആളുകളും ഗോൾഡിൻ്റെ പ്രൈസ്, ഗോൾഡ് ഒരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നൊക്കെ പറയുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം INRൻ്റെ വാല്യൂ വളരെ വലിയ രീതിയിൽ ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം കൊണ്ടാണ് നമ്മൾ ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുന്നത് കാണാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. സോ പോയിന്റിലോട്ട് വരാം. മോസ്റ്റ് ഓഫ് ദ ഗോൾഡും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ബാങ്കിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ US-ൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ 8000 ടണ്ണ് ഗോൾഡാണ് അവരുടെ കയ്യിലുള്ളത്. ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ വെറും 800 ടണ്ണ് ഗോൾഡ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ETF-കളുടെ കയ്യിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഗോൾഡ് SPDR ഗോൾഡ് ഷെയർസിൻ്റെ കയ്യിലുള്ളത് 975 ബിറ്റ്കോയിൻ ആണ്, ഗോൾഡാണ്. iShares ഗോൾഡ് ട്രസ്റ്റിൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ 491 ടൺ ബിറ്റ്കോയിൻ ഉള്ളത്. സോ
നമുക്ക് ഒരിക്കലും ഈ ഗോൾഡ് ഇപ്പോൾ ഈ ഒരു സെൻട്രൽ ബാങ്കിൻ്റെ കയ്യിലുള്ള ഗോൾഡ് ആണെന്നുണ്ടെങ്കിലും ETF കയ്യിലുള്ള ഗോൾഡ് ആണെന്നുണ്ടെങ്കിലും ഒരിക്കലും നമുക്കിത് വേരിഫൈ ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഇത്രയൊക്കെ ഗോൾഡ് ഇവരുടെ കയ്യിലുണ്ടോ എന്ന് വരെ നമുക്ക് വേരിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? അത് ഫിസിക്കലാണ്, അത് ഓഡിറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റിന് തന്നെ കമ്പനികളാണ്. അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഗോൾഡ് ഫിസിക്കലാണ്. ഈ ലോകത്ത് എത്ര ഗോൾഡ് ഉണ്ട് എന്ന് പോലും നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അത് കാരണം കൊണ്ടും അതേപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ ഗോൾഡ് ഗവൺമെൻറ്റിന് സെൻട്രൽ ബാങ്കിൻ്റെ കയ്യിലായത് കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും വളരെ വലിയ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ ഇത് നടക്കുമോ? അതായത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബിറ്റ്കോയിൻ ETF ഫേക്ക് ആയിട്ടുള്ള ETF യൂണിറ്റുകൾ സെല്ല് ചെയ്തിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പറ്റില്ല എന്നുള്ളതാണ്. സോ എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഗോൾഡിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് പോലെ അൺനോൺ ആയിട്ടുള്ള അറിയാത്ത ഒരു സപ്ലൈ അല്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം എത്ര ബിറ്റ്കോയിൻ മാർക്കറ്റിൽ സപ്ലൈയിലുണ്ട് എന്ന് വരെ നമുക്ക് ബ്ലോക്ക് ചെയിനിൽ പോയിട്ട് ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 19.602 ബിറ്റ്കോയിൻ ആണ് ഇപ്പോൾ, മില്യൺ ബിറ്റ്കോയിൻ ആണ് ഇപ്പോൾ നിലവിൽ സർക്കുലേറ്റിംഗ് സപ്ലൈ ഉള്ളത്. ഇനി ഈ ടോട്ടൽ സപ്ലൈ മാത്രമല്ല, നമുക്ക് ഓരോ വാലറ്റുകളും എത്രയൊക്കെ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഓരോ വാലറ്റിലും എത്ര ബിറ്റ്കോയിൻ ഉണ്ട് എന്ന് കംപ്ലീറ്റ്ലി നമുക്ക് ഈ ഒരു ബ്ലോക്ക് ചെയിൻ, ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലെഡ്ജറിൽ പോയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു വാലറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.2% ബിറ്റ്കോയിൻ ടോട്ടൽ സപ്ലൈയുടെ അത്രയും ബിറ്റ്കോയിൻ ഇവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇത് ബൈനാൻസിൻ്റെ വാലറ്റാണ്. 248,000 ബിറ്റ്കോയിനാണ് ആ ഒരു വാലറ്റിലുള്ളത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വാലറ്റുകളിലും എത്രയൊക്കെ ബിറ്റ്കോയിൻ ഉണ്ട് എന്ന് നമുക്ക് ലൈവായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്രേ സ്കെയിൽ ബിറ്റ്കോയിൻ ട്രസ്റ്റിൻ്റെ കയ്യിൽ, അതൊരു കമ്പനിയാണ്, ആ ഒരു കമ്പനീൻ്റെ കയ്യിൽ എത്ര ബിറ്റ്കോയിൻ ഉണ്ട്, US കയ്യിൽ എത്ര ബിറ്റ്കോയിൻ ഉണ്ട്, മൈക്രോ സ്ട്രാറ്റജിയുടെ കയ്യിൽ എത്ര ബിറ്റ്കോയിൻ ഉണ്ട്, അതെല്ലാം നമുക്ക് പബ്ലിക്കലി അവൈലബിൾ ആണ്. സോ അത് കാരണം കൊണ്ട് തന്നെ ഇതെല്ലാം നമുക്ക് ഓൺ ചെയിനിൽ പോയി വെരിഫൈ ചെയ്യാനും പറ്റും. അത് കാരണം കൊണ്ട് തന്നെ നമ്മളിതെല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കുമ്പോൾ ഈ ബിറ്റ്കോയിൻ്റെ ടോട്ടൽ സപ്ലൈ ആയിട്ടുള്ള 9.602 മില്യൺ ബിറ്റ്കോയിനിനെക്കാട്ടിലും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതിലാരോ പബ്ലിഷ് ചെയ്യുന്ന ഡാറ്റ തെറ്റാണ് എന്ന് മനസ്സിലാക്കാം, അല്ലേ? ഈസി ആയിട്ട് നമുക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഗ്രേ സ്കെയിൽ ബിറ്റ്കോയിൻ ട്രസ്റ്റ് ഫേക്കായിട്ട്, അവരുടെ കയ്യിൽ ബിറ്റ്കോയിൻ ഒന്നുമില്ല, പക്ഷേ ഫേക്കായിട്ട് ETF യൂണിറ്റുകൾ ഒരു $5 ബില്യൺ അങ്ങ് അവർ ഇഷ്യൂ ചെയ്യണം മാർക്കറ്റിൽ. അത് പല ആളുകളും, സാധാരണക്കാരായിട്ടുള്ള പല ആളുകളും ഇവർ ആക്ച്വൽ ബിറ്റ്കോയിൻ, ഒറിജിനൽ ബിറ്റ്കോയിൻ അവർ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ വാങ്ങുകയാണ്. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേറ്റ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 566,000 ബിറ്റ്കോയിൻസിൻ്റെ പകരം അവരുടെ കയ്യിൽ 1 മില്യൺ ബിറ്റ്കോയിൻ ഉണ്ടെന്ന് പറയുകയാണ്. സോ നമ്മൾ നേരെ പോയി നമ്മളിതെല്ലാം കൂടി നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡാറ്റയും കൂടി ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു 22 മില്യൺ ബിറ്റ്കോയിൻ കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത്? കണക്കുകൾ മാച്ച് ആവില്ല. ആക്ച്വലി 19.6 മില്യൺ ബിറ്റ്കോയിൻ ഉള്ളൂ, പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള ഡേറ്റ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നാളെ ഒരു $10 ബില്യൺ ബ്ലാക്ക് റോക്ക് ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതൊന്നും ഡാറ്റ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ബിറ്റ്കോയിൻ്റെ സപ്ലൈ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും വെരിഫൈ ചെയ്യാൻ പറ്റും. ബ്ലോക്ക് ചെയിനിൽ പോയിട്ട് ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. സോ ആർക്കും അതിലൊരു തിരുമറി ചെയ്യാൻ പറ്റില്ല, ആർക്കും നുണ പറഞ്ഞിട്ട് ആ ഒരു ETF യൂണിറ്റുകളും ഒന്നും ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് റിയാലിറ്റി. സോ എല്ലാവർക്കും വീഡിയോ ഇൻഫർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. ഇൻഫർമേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും കമൻറ്റ് ചെയ്യുക. താങ്ക്